നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. നമുക്ക് രണ്ട് തരത്തിലുള്ള സിഗ്നലുണ്ട്. അനലോഗ് സിഗ്നലുണ്ട്, ഡിജിറ്റൽ സിഗ്നലുണ്ട്. രണ്ട് തരത്തിലുള്ള സിഗ്നൽ. അനലോഗ് സിഗ്നൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂസ് എപ്പോഴും ചേഞ്ച് ചെയ്തിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. അതേസമയം ഡിജിറ്റൽ സിഗ്നൽ ആണെങ്കിൽ ഒന്നുകിൽ ഓണും ഓഫും, അല്ലെങ്കിൽ 0യും 5 വോൾട്ടാണ് 5 വോൾട്ട്, അല്ലെങ്കിൽ 2 വോൾട്ട് എത്രയാണ് രണ്ട് വാല്യൂകൾ ഓണും ഓഫ്, അല്ലെങ്കിൽ 0 1 അല്ല 5 ലോ, രണ്ട് വാല്യൂകളും ഡിജിറ്റൽ സിഗ്നൽ. അനലോഗിലാണെങ്കിൽ കണ്ടിന്യൂസ്ലി വേരിയബിൾ സിഗ്നലാണ്. അടുത്തതിന് ഡിജിറ്റൽ സിഗ്നലാണ് ഉപയോഗിക്കുന്നത്. രണ്ട് വാല്യൂകളിലാണ് ബൈനറി എന്ന് പറയുന്നത്. ബൈനറി എന്ന് പറഞ്ഞാൽ രണ്ട്, ബൈ എന്ന് പറഞ്ഞാൽ രണ്ട് വാല്യൂ 0യും 1ഉം മാത്രമാണ് ബൈനറി. ബൈനറി സാധാരണ സ്ക്വയർ വേവ് സിഗ്നലാണ് ഉപയോഗിക്കുന്നത് ബൈനറി. നമുക്ക് അത് നമ്പർ സിസ്റ്റമാണ്. നമ്പർ സിസ്റ്റം മെയിനായിട്ട് 4 നമ്പർ സിസ്റ്റം ഉണ്ട്. ഡെസിമൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം ഉണ്ട്, പിന്നെ ഹെക്സാഡെസിമൽ. ഇങ്ങനെ മെയിനായിട്ട് 4 നമ്പർ സിസ്റ്റമാണ് ഉള്ളത്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഡെസി എന്ന് പറഞ്ഞാൽ എത്രയാണ് 10. അപ്പം ഡെസി എന്ന് പറഞ്ഞാൽ 10 എന്ന് പറഞ്ഞാൽ 0 തൊട്ട് 9 വരെയുള്ള 10 സിംബിൾസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 0 മുതൽ 9 വരെയുള്ള 10 സിംബിൾസ്. പക്ഷേ ബൈനറി ബൈ എന്ന് പറയുമ്പോൾ ബൈനറിയിൽ 2 സിംബലേ ഉള്ളൂ, 0യും 1ഉം മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഒക്ടയിലാണെങ്കിൽ 8 സിംബൽ നമ്മൾ 0 തൊട്ട് 7 വരെയുള്ള 8 സിംബിളാണ് ഒക്ടയിൽ ഉപയോഗിക്കുന്നത്. 8 9ഉം ഒക്ടയിലില്ല, ഒക്ടൽ 8 9ഉം ഇല്ല. പിന്നെ ഹെക്സാഡെസിമൽ എന്ന് പറയുമ്പോൾ 0 തൊട്ട് 9 വരെയുള്ള കഴിഞ്ഞിട്ട് ABCDEF ഇത്രയുള്ള ഉപയോഗിക്കും. ഈ ലെറ്റേഴ്സ് കൂടെ ഹെക്സാഡെസിമലിൽ ഉപയോഗിക്കും. അത് ഹെക്സാഡെസിമൽ അല്ലെങ്കിൽ ഇത് ആൽഫാന്യൂമറിക് എന്നും പറയും. ആൽഫബറ്റുകളും ഉപയോഗിക്കും. 0 തൊട്ട് 9 വരെയുള്ള 10 സിംബൽ, പിന്നെ ABCDEF വരെയുള്ള. ഇപ്പോൾ ഹെക്സാ എന്ന് പറയുമ്പോൾ 16 അത്രയും ഡിജിറ്റ് ഹെക്സാഡെസിമൽ ഉപയോഗിക്കുന്നുണ്ട്. മെയിനായിട്ട് ഡെസിമൽ 0 തൊട്ട് 9 വരെയുള്ള 10 സിംബൽ, ബൈനറി 0യും 1ഉം മാത്രമേ 2 സിംബൽ. ബൈ ഒക്ടൽ എന്ന് പറയുമ്പോൾ 8 0 തൊട്ട് 7 വരെയുള്ള 8 സിംബൽ. അപ്പം 8 9 അതിനകത്ത് വരത്തില്ല, ബാക്കി ഉള്ള നമ്പേഴ്സ് എല്ലാം വരും. പിന്നെ ഹെക്സാഡെസിമലിൽ 0 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സിന് പുറമെ ABCDEF എന്നുള്ള 6 ലെറ്റേഴ്സും കൂടെ വരും. അങ്ങനെ ഹെക്സാ എന്ന് പറയുമ്പോൾ ഡെസിമൽ 16 സിംബൽസിനാണ് ഹെക്സാഡെസിമലിൽ. ഇനി ഇതിൻ്റെ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയും. ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര നമ്പർ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ടോ അതിനാണ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെക്സാഡെസിമലിലാണെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ 16, ഒക്ടലിലാണെങ്കിൽ 8, ബൈനറിയിൽ 2, ഡെസിമലിൽ 10. അങ്ങനെയാണ് അതിൻ്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത്. എത്ര സിംബൽസ് അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ടോ അതാണ് ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത്. ബൈനറിക്ക് 2, ഒക്ടലിന് 8, ഡെസിമലിന് ഡെസി എന്ന് പറയാൻ 10, ഹെക്സാഡെസിമലിന് 16. അത് അത്രയും നമ്പേഴ്സാണ് അതിൻ്റെ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഏത് നമ്പർ എടുത്താലും അതിനകത്തൊരു ഇൻറ്റീജർ പാർട്ടും കാണും, ഒരു ഫ്രാക്ഷണൽ പാർട്ടും കാണും. ഇപ്പം 16.25 എന്ന് പറഞ്ഞാൽ ഇത് ഇൻറ്റീജർ പാർട്ട് വരും, ഇത് ഫ്രാക്ഷണൽ പാർട്ട് വരും. അത് ഈ നമ്പർ സിസ്റ്റത്തിന് എല്ലാത്തിലും ഉണ്ട്. ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഈ ഏറ്റവും അറ്റത്തുള്ളതിനെ ലീസ്റ്റ് LSB എന്ന് പറയും, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന ഏറ്റവും വില കുറഞ്ഞത്. ഇനി അടുത്ത് വരുന്നതിന് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് അല്ലെങ്കിൽ MSB എന്ന് പറയും. MSB എന്ന് വേണമെങ്കിലും പറയാം, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. ഇവിടെ LSD ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് വേണം പറയാം. ഏറ്റവും വാല്യൂ കുറഞ്ഞത്. ഇങ്ങോട്ട് വരുന്നതാണ് വാല്യൂ കൂടി വരിക. ഇങ്ങോട്ട് കൂടുമ്പോൾ ഏറ്റവും ലെഫ്റ്റിലുള്ളത് ഏതാണോ അതിന് MSB എന്ന് പറയും, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. പിന്നെ ഡിജിറ്റലില് ബൈനറി ഡിജിറ്റൽ വളരെ ഷോർട്ട് ഫോം ആണ് ബിറ്റ് എന്ന് പറയുന്നത്. ബിറ്റ് ഇങ്ങനെ ബൈനറി ഡിജിറ്റാണ് ബിറ്റ്. 8 ബിറ്റ് കൂടുന്നതാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത്. ഒരു ബൈറ്റ് എന്ന് പറയും 8 ബിറ്റ് കൂടിയ ബൈറ്റ്. നമ്മൾ കിലോ ബൈറ്റ് ഡേറ്റ ഒക്കെ പറയുന്ന MB GB KB എന്നൊക്കെ പറയുന്നത് അത് ഈ ബൈറ്റാണ് പറയുന്നത്. 8 ബിറ്റ് കൂടുന്ന ബൈറ്റ്. ഇനി ബൈനറി നമ്പർ സിസ്റ്റം എന്തെന്ന് അങ്ങനെ നോക്കാം. ഡെസിമൽ അറിയാമല്ലോ, 0 നമ്മൾ സാധാരണ കൗണ്ട് ചെയ്യുന്ന നമ്പർ. ബൈനറി നമ്പർ സിസ്റ്റത്തിൽ 0, പിന്നെ 1 കഴിഞ്ഞാൽ 2 ഇല്ല, 2ന് പകരം 1 0, പിന്നെ 1 1, പിന്നെ 1 0 0, 1 0 1, 1 1 0, 1 1 1. അപ്പോൾ 1 1 1 എന്ന് പറയുമ്പോൾ 7 ആയി.
1 2 3 4 5 6 7 9. പിന്നെ വീണ്ടും 1 0 0 1 0 0 1 1 0 1 0 1 0 1 1 1 1 0 0 1 1 0 1. ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോവുക ചെയ്യുന്നത്. 1 0 മാത്രമേ ഉള്ളൂ. നമ്മൾ ഡെസിമൽ എണ്ണുന്ന പോലെ തന്നെ 2 ഒക്കെ കഴിഞ്ഞാൽ വീണ്ടും അടുത്ത് എണ്ണം കൂടി ഡിജിറ്റിൻ്റെ എണ്ണം കൂടി വരിക. ഇങ്ങനെ കൗണ്ട് ചെയ്തു. അപ്പോൾ ഒരു 15 വരെയുള്ളതെങ്കിലും കൗണ്ട് ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. ഇത് എളുപ്പം കൺവേർട്ട് ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട് 15 എന്ന് പറയുമ്പോൾ 4 1 വരും. 1 1 1 വരും 15. അപ്പോൾ 15 വരെയുള്ളതെങ്കിലും എണ്ണാനായിട്ട് ഇതുപോലെ എണ്ണാനായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ ഒക്ടലിലാണെങ്കിൽ നേരത്തെ വരെ 0 തൊട്ട് 7 വരെ ഉള്ളൂ. 7 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 10 11 12 കൗണ്ട് ചെയ്ത് പോകുന്നു. 17 കഴിഞ്ഞാൽ പിന്നെ 20 21 22 കൗണ്ട് ചെയ്തു. 8 9 ചേർന്ന് ഒരു നമ്പറും അതിനകത്ത് വരത്തില്ല. ഹെക്സാഡെസിമലിൽ 9 കഴിഞ്ഞാൽ പിന്നെ ABCDEF പിന്നെ 10 11 12 വീണ്ടും എണ്ണിപ്പോവാക്കും. 29 കഴിഞ്ഞാൽ പിന്നെ 30 വരാം. 1A 1B 1B ഇങ്ങനെ എണ്ണി കൗണ്ട് ചെയ്ത് പോവുക ചെയ്യും. ABCDEF അത്രയും ലെറ്ററുകളുണ്ട്. പിന്നാണ് 4 നമ്പർ സിസ്റ്റം. ബൈനറി ഇതിൻ്റെ കൺവേർഷൻ വരുന്നത്. ബൈനറി, ഡെസിമൽ, ഹെക്സാഡെസിമൽ, ഒക്ടൽ. ഇതിന്റെ ബേസ് ഓർ റാഡിക്സ് എത്ര നമ്പേഴ്സ് ഉപയോഗിക്കും, എത്ര സിംബൽസ് ഉപയോഗിക്കുന്നത് അതാണ് ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത്. ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ആണ് നടക്കുന്നത്. ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. ഇപ്പോൾ ഒരു ഡെസിമൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ 25 കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ബൈനറി കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിന് ബൈനറിയുടെ ബേസ് എത്രയാണ്? 2. അപ്പം ഡെസിമലിനെ ഈ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 25 എത്ര കിട്ടും? 12 12 24. എന്നിട്ട് അതിൻ്റെ സിസ്റ്റം ഉള്ളത് ഇവിടെ എഴുതുക 1. പിന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 6. സിസ്റ്റം 0. വീണ്ടും ഡിവൈഡ് ചെയ്യുക 3. സിസ്റ്റം 0. വീണ്ടും ഡിവൈഡ് ചെയ്യുക 1. സിസ്റ്റം 1. വീണ്ടും ഡിവൈഡ് ചെയ്യുക 0. 0 ആവുന്നത് വരെ ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ വരുന്ന ഈ റിമൈൻഡർ എല്ലാം കൂടെ ഇങ്ങനെ എഴുതിയിട്ട് ഇത് താഴെ മേളിലേക്ക് എഴുതുക. 1 1 0 0 1 ആണ് ബൈനറി ഈക്വൽ ടു 25 ഡെസിമൽ. ഇപ്പം നമ്മൾ ബേസ് എത്രയാണോ അതിൻ്റെ ചോട്ടിൽ എഴുതും. ചോട്ട് 2 ആണ് എഴുതുന്നത് ബൈനറി ആയിരിക്കും. 10 എഴുതിയെങ്കിൽ ഡെസിമൽ. സാധാരണ നമ്പർ സിസ്റ്റത്തിൽ ഡെസിമൽ മാത്രം അങ്ങനെ എഴുതാറില്ല. അപ്പം പല നമ്പർ സിസ്റ്റം വരുമ്പോൾ ബേസ് അതുപോലെ എഴുതും. അപ്പോൾ 25നെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 0 ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ സ്റ്റെപ്പിൻ്റെ റിമൈൻഡർ സിസ്റ്റം വരുന്നത് അതായത് നേരെ എഴുതുക. എന്നിട്ട് ഈ റിമൈൻഡർ എല്ലാം കൂടെ അപ്വേർഡായിട്ട് താഴെ നിന്ന് മുകളിലേക്ക് എടുക്കുന്നതായിരിക്കും ആൻസറായിട്ട് കിട്ടുന്നത്. ഇനി 1 1 നോക്കാം. 3 നോക്കാം. 3 ഡിവൈഡ് ചെയ്യാം 1. വീണ്ടും ഡിവൈഡ് ചെയ്യാം 0 പ്ലസ് 0 ഡിവൈഡ് ചെയ്യാം 1 1 3 ഈസ് ഈക്വൽ ടു 1 1 ബൈനറി 1. ഇങ്ങനെയാണ് ഡെസിമലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. 15 ഡിവൈഡ് ബൈ 2 7 വീണ്ടും 14 സിസ്റ്റം 1. വീണ്ടും ഡിവൈഡ് ചെയ്യാം 3 2 6 സിസ്റ്റം 1. വീണ്ടും ഡിവൈഡ് ചെയ്യാം 1 1 2 2 സിസ്റ്റം 1. വീണ്ടും ഡിവൈഡ് ചെയ്യാം 0 സിസ്റ്റം 1. അപ്പം 15 എന്ന് പറയുന്നത് 1 1 1 1 ആയിരുന്നു. 15 നേരത്തെ നമ്മൾ പറഞ്ഞാണ് 15 എന്ന് പറഞ്ഞാൽ 1 1 1 1. മനസ്സിലാക്കാണോ വിചാരിക്കുന്നു. ബൈനറിയെ ഡെസിമലിനെ ബൈനറി കണ്ടിട്ട് 2 കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ആൻസർ 0 വരുന്നത് വരെ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഈ റിമൈൻഡർ അല്ലെ സിസ്റ്റം എല്ലാം കൂടെ താഴെ നിന്ന് മുകളിലേക്ക് അല്ലെ അപ്വേർഡ് ഡയറക്ഷനിൽ എടുത്ത് അതേ മീഡിയം എഴുതുക. ഇതാണ് ബൈനറി ആൻസർ കിട്ടുന്നത്. ഏത് ഡെസിമലിനും കിട്ടിയത് നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഡിവൈഡ് ബൈ 2 മെത്തേഡ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സിസ്റ്റം അതേപോലെ അതായത് നേരെ എഴുതുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആൻസർ 0 വരുന്നത് വരെ എഴുതുക. വേണം ചെയ്യാം. 33 2 17 34 സിസ്റ്റം 1. വീണ്ടും 8 16 സിസ്റ്റം 1. വീണ്ടും 4 4 8 സിസ്റ്റം ഉണ്ടോ? ഇല്ല 0. വീണ്ടും ഡിവൈഡ് ചെയ്യാൻ ഇപ്പോൾ 2 4 സിസ്റ്റം 0.
വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 ഇഷ്ടം 0. വീണ്ടും ഡിവൈഡ് ചെയ്യാം. 0 1. അപ്പം എത്ര ആൻസർ? 1 0 0 0 1 1 ഈക്വൽ ടു 35 ഡെസിമൽ. ബൈനറി ഇസ് ഈക്വൽ ടു 35 ഡെസിമൽ. ഇങ്ങനെ കൺവേർട്ട് ചെയ്യും. ഡിവൈഡ് ബൈ 2 മെത്തേഡ്. തന്നെ ചെയ്ത് നോക്കി പ്രാക്ടീസ് ചെയ്യുക. ഏത് നമ്പർ ഡെസിമൽ നമ്പറിന്റെ വാല്യൂ കൺവേർട്ട് ചെയ്യും. ഇനി തിരിച്ച് ബൈനറിയെ ഡെസിമലിലോട്ടാകും. ബൈനറിയെ ഡെസിമലിലോട്ടാക്കുമ്പോൾ നമ്മുടെ ഡെസിമൽ നമ്പറിൽ ഇപ്പം 3 2 5 4 ഇതിന് ഓരോന്നിനും ഓരോ പ്ലേസ് വാല്യൂ ഉണ്ട്. നേരത്തെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നത് 1 10 100 1000 എന്ന് പറഞ്ഞ് പ്ലേസ് വാല്യൂ. 20 ആണെങ്കിൽ ഇത് 1 ഇത് 10 അല്ലെ 1s 10s 100s 1000s അങ്ങനെ പ്ലേസ് വാല്യൂ ഇങ്ങോട്ട് കൂടി വരിക. ഇവിടെ 1 എന്ന് പറയുന്നത് എത്രയാ? 10⁻⁴. ഇത് 10⁻⁴. ഇത് 10⁻², 10⁻3. ഇതിനാണ് നമ്മൾ 1 10 100 1000 എന്ന് പറയുന്നത്. 10⁻³ എന്ന് പറഞ്ഞാൽ 1000. 10⁻² എന്ന് പറഞ്ഞാൽ 100. 10⁻1 എന്ന് പറഞ്ഞാൽ 10 തന്നെ. 10⁻0 എന്ന് പറഞ്ഞാൽ 1. ഇങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വാല്യൂ 1 10 100 1000 ഇങ്ങനെ പ്രൈസ് വാല്യൂ കൂടി വരുന്നത്. ഇതുപോലെ തന്നെ ബൈനറിയിലും ഉണ്ട്. ബൈനറിയിലെ പ്രൈസ് വാല്യൂന് ഇവിടെ ഡെസിമൽ ആയതുകൊണ്ട് ബേസ് 10 ആയിട്ടുണ്ട്. ബൈനറി ആകുമ്പോൾ ബേസ് 2 ആയിട്ടുണ്ട്. 2⁻0 2⁻1 2⁻2 2⁻3 അങ്ങനെ ബേസ് വാല്യൂ ഇങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നു ഇടത്തോട്ടും അതുപോലെ തന്നെ വലത്തോട്ടുമുണ്ട്. 2⁻−1 2⁻2 2⁻3 അങ്ങനെ അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കും പ്ലേസ് വാല്യൂ. ഇതാണ് പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്. ഇത് ബൈനറി അതിന്റെ പോയിന്റ് ബൈനറി പോയിന്റ്. അതിൽ നിന്ന് രണ്ട് സൈഡിലേക്കും 2⁻0 2⁻1 2⁻2 2⁻3 ഇങ്ങോട്ട് കൂടും. ഇവിടെ 2⁻−1 2⁻−2 2⁻−3 അങ്ങോട്ടും കൂടി വരും. 2⁻0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. ഏത് നമ്പർ 0 ആയാലും 1. 2⁻1 എന്ന് പറഞ്ഞാൽ ആ നമ്പർ തന്നെ 2. 2⁻2 എന്ന് പറഞ്ഞാൽ 4. ഇവിടെ 2⁻8. അപ്പോൾ 1 2 4 8 16 32 അങ്ങനെ പ്ലേസ് വാല്യൂ ഇങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കും. ഇവിടെ ആകുമ്പോൾ 2⁻−1 എന്ന് പറഞ്ഞാൽ 1/2. 2⁻−2 എന്ന് പറഞ്ഞാൽ 1/4. 2⁻−3 എന്ന് പറഞ്ഞാൽ 1/8. ഇതാണ് ഇതിന്റെ പ്ലേസ് വാല്യൂ പറയുന്നത്. അതിലെ ബൈനറി വെയിറ്റ് എന്ന് പറയും. പോയിന്റിൽ നിന്ന് രണ്ട് സൈഡിലേക്ക്. ഇവിടെ 1 2 4 8. ഇവിടെ 1/2 1/4 1/8 1/4 അങ്ങോട്ടും കൂടിക്കൊണ്ടിരിക്കും. ഇത് ബൈനറി പോയിന്റ്. പോയിന്റിൽ നിന്ന് രണ്ട് സൈഡിലേക്കും ഇങ്ങനെയാണ് പ്രൈസ് വാല്യൂ വരുന്നത്. ഡെസിമലിലെ 10 10 100 വരുന്ന പോലെ തന്നെ ഇവിടെ 1 2 4 8 എന്നാണ് ഇവിടെ പ്രൈസ് വാല്യൂ കൂടുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കണം. കൺവേർഷൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു നമ്പർ എടുക്കാം. 1101. ആ നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതാതിൻ്റെ നേരെ മുകളിൽ അതിൻ്റെ പ്രൈസ് വാല്യൂ ഇട്ട് കൊടുക്കുക. 1 2 4 8 ഇതിലേക്ക് കൂടി ഒരു 1 60 പ്രൈസ് വാല്യൂ ഇട്ട് കൊടുക്കുക. ഇത് 0 ഉള്ളതിൻ്റെ പ്രൈസ് വാല്യൂ ഒന്ന് വെട്ടിക്കളയുക. ഇത് ബാക്കിയില്ല അവിടെ കൂട്ടിയെടുക്കുക. അപ്പോൾ 16 8 24 4 28 1 29 ആയിരിക്കും. ഇത് ഈ നമ്പർ 0 ഉള്ളതിൻ്റെ പ്രൈസ് വാല്യൂ മൊത്തത്തിൽ വെട്ടിക്കളയുക. നമ്പറിൻ്റെ പ്രൈസ് വാല്യൂ അതാത് മുകളിലായിട്ട് എഴുതുക. 0 ഉള്ളതിൻ്റെ പ്രൈസ് വാല്യൂ വെട്ടിക്കളയുക. ബാക്കി ഇനങ്ങൾ കൂട്ടിയെടുക്കുക. 16 + 8 + 4 + 1 16 8 24 4 28 1 29 ആയിരിക്കും ഇതിൻ്റെ നമ്പർ. നമ്മൾ നേരത്തെ പറഞ്ഞ 1 1 1 1 നോക്കാം. 1 2 4 8 8 4 12 15 നേരത്തെ കണ്ടതാണ്. അതിങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. 4 1 അതിൻ്റെ പ്രൈസ് വാല്യൂ കൂട്ടുക. 8 4 12 2 14 15 കിട്ടും. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഏത് നമ്പർ കിട്ടിയാലും അതിൻ്റെ നേരെ മുകളിൽ പ്രൈസ് വാല്യൂ എഴുതുക. ഇപ്പം 1 2 4 8 അങ്ങനെ എഴുതാൻ മറക്കരുത്. ആദ്യം 2⁻0 ആണ് അതിൻ്റെ 1. അടുത്ത 2⁻1ന് 2 2⁻2ന് 4 2⁻3ക്ക് 8 16 അങ്ങനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര നമ്പർ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. എന്നിട്ട് 0 ഉള്ളതിൻ്റെ പ്രൈസ് വാല്യൂ ഇതുകൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഗുണിക്കുമ്പോൾ 0 കൊണ്ട് ഗുണിച്ചാൽ 0 ആയിപ്പോകും. അതുകൊണ്ട് അത് എടുക്കേണ്ട കാര്യമില്ല. അത് വെട്ടിക്കളഞ്ഞിട്ട് ബാക്കി പ്രൈസ് വെയിറ്റ് എല്ലാം കൂടെ കൂട്ടുക. ഇത് ഓരോന്നിനെയും ഗുണിച്ച് കൂട്ടുക ചെയ്യേണ്ടത്. ഇപ്പോൾ ഒന്നുകൊണ്ട് ഗുണിച്ചാൽ ഇത് തന്നെ വരത്തുള്ളൂ. അതുകൊണ്ട് 0 കൊണ്ട് ഗുണിച്ചാൽ 0 വരും. അതുകൊണ്ട് വെട്ടിക്കളഞ്ഞു ബാക്കി എല്ലാം കൂടെ പ്ലസ് ചെയ്ത് ആഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. ഏത് നമ്പർ കിട്ടിയാലും ഇതുപോലെയാണ് അതിൻ്റെ പ്രൈസ് വാല്യൂ ഇടുക. പ്രൈസ് വാല്യൂ ഇട്ടിട്ട് അതുപോലെ ഡെസിമൽ ഫ്രാക്ഷൻ ആണെങ്കിൽ ഇതുപോലെ തന്നെ ഇട്ടാൽ മതി. 1/2 1/4 1/8 എന്നും ഇതുപോലെ ഇട്ടാൽ മതി. പ്രൈസ് വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും.
1010 നോക്കാം. 1 2 4 8 0 വെട്ടിക്കളയുക. ഇത്രയാണ് ബാക്കി. 8 2 10. 10 ഇതിൻ്റെ ആൻസർ. 1 1 1 1 1 3 1. അപ്പോൾ 1 2 4 4 2 6 1 7. ഇങ്ങനെ ഏത് നമ്പറിൻ്റെ വേണമെങ്കിൽ പ്രൈസ് വാല്യൂ അതേപടി ഇട്ട് കൊടുത്തിട്ട് കൂട്ടിയെടുക്കുക. ഇപ്പം ബൈനറി ടു ഡെസിമലുമായി, ഡെസിമൽ ടു ബൈനറി. ഇനി ഇതുപോലെ തന്നെ ഒക്ടൽ നമ്പറിനെ കൺവേർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഒക്ടൽ നമ്പർ 20 ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഡെസിമലിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഒക്ടലിന്റെ ബേസ് എത്രയാണ്? 8 കൊണ്ട് ഇതുപോലെ തന്നെ സെയിം മെത്തേഡാണ് ചെയ്യുന്നത്. ബേസ് എത്രയാണ്? ആ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 24 സിസ്റ്റം 3 വീണ്ടും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പം 3 8 ഇല്ലാത്തതുകൊണ്ട് ഇവിടെ 0 കൊടുക്കുക 3. അപ്പം എടുക്കുമ്പോൾ 27 എന്ന് പറയുന്നത് 27 ഡെസിമലിൽ പറഞ്ഞാൽ 33 ആയിരിക്കും ഒക്ടലിൽ. മനസ്സിലായോ? 33 ഒക്ടൽ. 27 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 8 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ സിസ്റ്റം എഴുതുക. സിസ്റ്റം എഴുതി മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ഒക്ടലിലുള്ള കൺവേർഷൻ. ഡെസിമലിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യുക. 54 ഡിവൈഡ് ബൈ 8 6 48 സിസ്റ്റം 6. വീണ്ടും കൺവേർട്ട് ചെയ്യുക. 6 ഇല്ല. അപ്പോൾ 0 6. അപ്പോൾ 54 ഡെസിമൽ എന്ന് പറയുന്നത് 66 ആയിരിക്കും ഒക്ടലിൽ. ഇപ്പം 8 9 ചേർന്ന നമ്പറുകളൊന്നും വരത്തില്ല ഒക്ടലിൽ. 7 വരെയുള്ള നമ്പേഴ്സേ വരത്തുള്ളൂ. അപ്പോൾ 66 ഒക്ടലിൽ വരും. ഇതുപോലെ ഏത് നമ്പറിനെ വേണമെങ്കിലും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് 0 വരുന്നതിനും വരെ ബൈനറി ചെയ്യുന്ന പോലെ തന്നെ ബേസ് മാത്രം മാറ്റമുള്ളൂ. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതാതിൻ്റെ സിസ്റ്റം അവിടെ എഴുതിയിട്ട് മുകളിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിൽ സിസ്റ്റം എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ആൻസർ. നോക്കാം. 162 20 സിസ്റ്റം 2 16 സിസ്റ്റം 4 2 അപ്പോൾ 0 2 262 ഡെസിമൽ ഈക്വൽ ടു 242 ഒക്ടൽ. ഇങ്ങനെ കണ്ടുപിടിക്കും. ഇതുപോലെ തന്നെ നമ്പർ ഇട്ട് പറയുകയാണെങ്കിൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ബേസിൽ മാത്രമേ മാറ്റമുള്ളൂ. അതാതിൻ്റെ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി ഇതിനെ തിരിച്ച് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒക്ടൽ നമ്പർ 25. ഇതുപോലെ തന്നെ നമ്മൾ പ്ലേസ് വാല്യൂ ഇട്ട് കൊടുക്കണം. ഇതിന് പ്ലേസ് വാല്യൂ എങ്ങനെ വരും? 1 8 raised to 0 8 raised to 1 8 ആയിരുന്നു. 8 raised to 2 എന്നാണ് പ്ലേസ് വാല്യൂ എടുക്കുന്നത്. അപ്പോൾ 8 raised to 0 ഇവിടെ 1. ഇവിടെ 8 raised to 1 പറയുമ്പോൾ 8. ഇതിനെ ഇൻറ്റു ചെയ്യണം. ഇതിനെ തമ്മിൽ ഇൻറ്റു ചെയ്യുക, ഇതിനെ തമ്മിൽ ഇൻറ്റു ചെയ്യുക. അപ്പം 1 × 5 പ്ലസ് 8 × 2. നമ്പറിന് അതാതിൻ്റെ പ്രൈസ് വാല്യൂയോട് ഇൻറ്റു ചെയ്യുക. 1 × 5 ഇവിടെ 2 × 8 1 × 5 5 8 × 2 16. അപ്പം 16 5 21 ആയിരിക്കും. ഇത് ഒക്ടൽ 25 ഒക്ടൽ 21 ഡെസിമൽ 21 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. തിരിച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ എഴുതി കിട്ടും. ഒക്ടൽ നമ്പറിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാം. പ്രൈസ് വാല്യൂ ബൈനറിക്ക് പ്രൈസ് വാല്യൂ ഇട്ട് കൊടുത്തതുപോലെ തന്നെ ഒക്ടൽ നമ്പറിന് അതാൻ്റെ പ്രൈസ് വാല്യൂ 8 ബേസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. 8 raised to 0 8 raised to 1 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ പ്രൈസ് നമ്മൾ നേരത്തെ 1 0 ആയിരുന്നു വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇവിടെ വരുമ്പോൾ ഇത് വേറെ നമ്പർ. ആ പ്രൈസ് വാല്യൂവിനെ ആ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഓരോ പ്രൈസ് വാല്യൂ നമ്പറിൻ്റെ അതാതിൻ്റെ പ്രൈസ് വാല്യൂ കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഇവിടെ 5 × 1 വന്നു. ഇവിടെ 2 × 8 വന്നു. എന്നിട്ട് അത് നമ്മൾ ആഡ് ചെയ്യുക. 5 × 1 5 2 × 8 16 16 + 5 21 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. അപ്പോൾ അതിന് 21 തിരിച്ചാക്കി നോക്കാം. 21 8 കൊണ്ട് ഡിവൈഡ് നോക്കുമ്പോൾ 25 കിട്ടുമെന്ന് അറിയാം. 16 സിസ്റ്റം 5 8 0 2 25 കിട്ടി. 25 തിരിച്ച് ചെയ്ത് നോക്കിയാൽ ചെയ്ത ആൻസർ ശരിയാണെന്ന് അറിയാം. 25 എന്ന് പറഞ്ഞാൽ ഒക്ടൽ കിട്ടി.
ഇത് ഡെസിമൽ. ഡെസിമലിനെ ഒക്ടലിലോട്ടാക്കാണ്ട് ഡിവൈഡ് ചെയ്തു. ഒക്ടലിനെ ഡെസിമലിലോട്ടാക്കാണ്ട് പ്ലേസ് വാല്യൂ കൊണ്ട് ഇൻഡു ചെയ്തു. ബൈനറി ചെയ്യുന്ന പോലെ തന്നെ ബൈനറി 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. പ്ലേസ് വാല്യൂ 1 2 4 ആയിട്ട് ഇട്ട് കൊടുത്തു. ഒക്ടലിൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. പ്ലേസ് വാല്യൂ വരുമാനം 8/0, 8/1, 8 അല്ലെങ്കിൽ 1, 8, 64 അങ്ങനെ പ്ലേസ് വാല്യൂ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന പ്ലേസ് വാല്യൂ ഇട്ട് കൊടുക്കുക. അങ്ങനെ പ്ലേസ് വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ആ പ്ലേസ് വാല്യൂ കൊണ്ട് നമ്പറിനെ ഓരോ നമ്പറിനെ അതായത് പ്ലേസ് വാല്യൂ കൊണ്ട് ഇൻറ്റു ചെയ്യുക. എന്നിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്യുക. 5 × 1, 2 × 8 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ കിട്ടും. നോക്കാം. 221 1 8 64 പ്ലേസ് വാല്യൂ. അപ്പോൾ 1 × 1 2 × 8 3 × 64 1 × 1 2 × 8 3 × 64 1 × 1 1 2 × 8 60 3 × 64 3 × 64 3 × 64 എന്ന് പറയുമ്പോൾ 192. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുക. 1 × 1 2 × 8 3 × 64 കൂടെ ആഡ് ചെയ്യുക. 9 9 10 209 ആയിട്ട് ഡെസിമൽ കിട്ടുന്ന ആൻസർ 209. 209 തിരിച്ചാർച്ച് നോക്കിയാൽ അറിയാം കറക്റ്റ് ആണോ. 209 ഡിവൈഡഡ് ബൈ 8. ഇത് ഡിവൈഡ് ചെയ്യുക 8 0 3 കിട്ടി 321 വരെ. ഇപ്പം എല്ലാവരും കൺഫ്യൂഷൻ ആക്കരുത്. ഡെസിമലിനെ ചെയ്യാനായിട്ട് കൺവേർട്ട് ചെയ്യും. 8 കൊണ്ട് അല്ല അതിന്റെ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡെസിമലിലോട്ട് ആക്കാനായിട്ട് ഇവിടെ പ്ലേസ് വാല്യൂ കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക. അത് ഒക്ടലിനാണെങ്കിൽ 8 എടുക്കുക, ബേസ് എടുക്കുക. ബൈനറി ആണെങ്കിൽ 2 എടുക്കുക. ഇതുപോലെ തന്നെ ഹെക്സാഡെസിമൽ വരുന്നുണ്ട്, അത് പിന്നീട് പഠിക്കാം. ഇപ്പം ഇത് ഒക്ടലിനെ 8 കൊണ്ട് ഡെസിമലിനെ ആണെങ്കിൽ ഡിവൈഡ് ചെയ്യുക. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ബൈനറി ആണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഡെസിമലിനെ ആണെങ്കിൽ. ഇനി തിരിച്ചാക്കാണെങ്കിൽ ഡെസിമലിലോട്ട് ആക്കാനാണെങ്കിൽ അതാതിൻ്റെ പ്ലേസ് വാല്യൂ ഇട്ട് കൊടുക്കുക. പിന്നെ ആ പ്ലേസ് വാല്യൂ കൊണ്ട് നമ്പറിനെ ഓരോ നമ്പറിനെ ഇൻറ്റു ചെയ്യുക. ഇത് പ്ലസ് ചെയ്യുക ഒക്ടലിൽ. ഡെസിമൽ ബൈനറിയിൽ പിന്നെ 0യും 1 അത് ഇൻറ്റു ചെയ്യേണ്ട ആവശ്യമില്ല. 0 ഉള്ളതിൻ്റെ പ്ലേസ് വാല്യൂ വെട്ടി കളഞ്ഞിട്ട് ബാക്കിയില്ല അങ്ങനെ ആഡ് ചെയ്താൽ മതി. 1 കൊണ്ട് ഇൻറ്റു ചെയ്തോണ്ട് അത് തന്നെ വരും. ആഡ് ചെയ്ത് എടുത്താൽ മതി. ഇവിടെ ഓരോന്നിൻ്റെ നമ്പറിനെ അതാതിൻ്റെ പ്ലേസ് 1 × 1 2 × 8 3 × 64 എന്നിട്ട് അത് മൂന്നുകൂടെ കൂട്ടി കിട്ടുന്നതായിരിക്കും കിട്ടുന്ന ഡെസിമൽ നമ്പർ. ഈ കിട്ടുന്നത് ഡെസിമൽ നമ്പർ. 321 എന്ന് പറഞ്ഞ ഒക്ടലിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് ആക്കുക. ഇത്രയും കൺവേർഷൻ പഠിച്ചിരിക്കുക. ആദ്യം ഡെസിമൽ ടു ബൈനറി, ബൈനറി ടു ഡെസിമൽ, പിന്നെ ഡെസിമൽ ടു ഒക്ടൽ, ഒക്ടൽ ടു ഡെസിമൽ. ഇത്രയും പ്രോബ്ലം. ഇത് നമ്പറുകൾ പല നമ്പറുകൾ ഇട്ട് ചെയ്ത് നോക്കുക. എല്ലാത്തിൻ്റെ മെത്തേഡ് സെയിം ആണ്. ബേസിൻ്റെ നമ്പറിന് മാത്രമേ ബേസ് ഇടുന്ന എത്രയാണോ അതിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ബേസ് വ്യത്യാസം വരുമ്പോൾ പ്ലേസ് വാല്യൂ വ്യത്യാസം വരും. ഹെക്സാഡെസിമൽ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇത്രയും പഠിച്ചിരിക്കും.